ഹലോ, ഇന്ന് പ്രതീക്ഷിച്ചിരിക്കാതെ മോൻ്റെ സ്കൂൾ വരെ പോയതാണ് കേട്ടോ. സർപ്രൈസ് ആയിട്ട് അവനെ പോയി വിളിക്കാമെന്ന് വിചാരിച്ചായിരുന്നേ. ചെന്നപ്പോഴാണെങ്കിൽ ആൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അമ്മയും അച്ഛനും വരുമോ എന്ന് എന്നും ചോദിക്കുവേ. അപ്പോൾ ഇന്നൊരു ദിവസം അങ്ങനെ അറിയാണ്ട് വരണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു സർപ്രൈസ് ആയിട്ട് വന്നതാണ്. വണ്ടിയിലേക്ക് കയറിയപ്പോൾ തൊട്ടേ സ്കൂളിലെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് പറയാൻ തുടങ്ങി കേട്ടോ. സാധാരണ വീട്ടിൽ വരുമ്പോഴാണ് ഇത് കേൾക്കാറേ. എന്ത് സാധനം കൊടുത്തേ അമ്മ? ഇനി സ്കൂളിൽ പോണ്ടൊക്കെ ഉണ്ട്, എന്തായാലും അവിടെ ഇരുന്നോന്ന് പറഞ്ഞോ? ആ, സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരുമ്പോഴേ ബേക്കറി കാണുമ്പോൾ പറയും അമ്മയെ വിശക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ബേക്കറി കയറിയിട്ട് ഷേക്ക് ഒക്കെ മേടിച്ചു കൊടുത്തേ. കുറേ ദിവസമായിട്ട് മോള് പറയുന്നുണ്ട് തൊടുപുഴ കുക്കുംബായിൽ പോയിട്ട് ലെയർ കട്ട് ചെയ്യാമെന്നേ. അപ്പൊ ഇന്നാണ് സമയം കിട്ടിയത്. അങ്ങനെ അങ്ങോട്ടേക്ക് വന്നതാണ്. തൊടുപുഴയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സലൂൺ ആണേ. മോൾക്ക് ലെയർ കട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു അരമണിക്കൂർ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിലാണ് അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, നല്ല കസ്റ്റമർ സർവീസ് ആണ് കേട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് അവൻ പോയി നിന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ ഹെയറിലൊക്കെ പിടിച്ചൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആളെ ആഗ്രഹിച്ച രീതിയിൽ വന്ന് ചെയ്യാൻ പറ്റി കേട്ടോ. ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ ചെയ്തിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നും എനിക്ക് കംപ്ലൈൻറ്റ് കേൾക്കായിരുന്നു അവളെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്രാവശ്യം അവൾ പറയുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോകാന്ന്. അവർ അടിപൊളിയായിട്ട് തന്നെ എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെയർ കളർ ചെയ്യാനായാലും ഹെയർ കട്ടായാലും അതുപോലെ തന്നെ സ്മൂത്ത്ലിംഗ് ആയാലും എല്ലാം നല്ല രീതിയിൽ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. തൊടുപുഴ കുക്കുംബ ഇത്രയും ബെറ്റർ ആണെന്നുള്ളത് തന്നെ വലിയ സന്തോഷം. കാരണം തൊടുപുഴയിൽ ഇതുപോലൊരു സലൂൺ വരേണ്ടത് അത്യാവശ്യമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇന്നത്തേത്. നല്ല ഭംഗിയായിട്ട് അവൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഒത്തിരി ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു, അവൾക്ക് അതിലുപരി ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹെയർ സ്റ്റൈൽ ചെയ്തിടുന്നതായാലും ഒരു പ്രത്യേക രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. നമുക്ക് തന്നെ കാണുമ്പോൾ അറിയാം അതൊരു ഭംഗിക്ക് കിടക്കാൻ രീതിയിൽ. നമ്മൾ ചെയ്താലൊന്നും ഇങ്ങനെ ആവത്തില്ലല്ലേ, എങ്ങനെ നോക്കിയാലും അവരത്രയും ഭംഗിയായിട്ട് കണ്ടോ ചെയ്യും. മോളുടെ ഹെയർ പെട്ടെന്ന് വളരും കേട്ടോ. അത് കാരണം ഇനിയിപ്പം ഉടനെ തന്നെ അടുത്ത വരവ് വരേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ സലൂൺ വിശേഷങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അതിന്റെ അടുത്ത ദിവസം ഞങ്ങൾക്ക് പാലുകാച്ചൽ ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാനും മക്കളും കൂടി റെഡി ആവുകയാണേ. എവിടെയെങ്കിലും പോവുകയാണെങ്കിലേ ഈ ഒരു പരിപാടിക്ക് വേണ്ടി അരമണിക്കൂർ കളയും. മോനാണെങ്കിൽ ഒരു ടീഷർട്ടും ഷോർട്സും ഇട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ റെഡിയാവല് കഴിഞ്ഞു കേട്ടോ. ശരിക്കും പാലുകാച്ചൽ ചടങ്ങ് ഒരാഴ്ച മുമ്പേ കഴിഞ്ഞായിരുന്നേ. ഇന്നാണ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ചേട്ടന്റെ ഫ്രണ്ടും അതുപോലെ തന്നെ എന്റെ ഡ്രൈവിംഗ് സാറുമാണ് കേട്ടോ അനീഷേട്ടന്റെ വീട്ടിലെ പാലുകാച്ചലാണ് കേട്ടോ. ഇതാണ് വീട്, നല്ല ഭംഗിയുള്ള വീട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടെ വന്നിട്ടുള്ള എല്ലാവരും നമ്മുടെ പരിചയക്കാർ തന്നെ ആയതുകൊണ്ട് എല്ലാവരോടും വർത്താനം പറഞ്ഞു നിന്നപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ സാധിച്ചില്ല കേട്ടോ. ഇതെന്റെ ഫ്രണ്ട് മഞ്ജു ആണ് കേട്ടോ. അവളും ഫാമിലി ഉണ്ടായിരുന്നു. വീട്ടിൽ വെച്ചല്ലായിരുന്നു ഫംഗ്ഷൻ, തൊട്ടപ്പുറത്തായിട്ട് ഒരു ഹാൾ ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ടാണ് നടത്തിയത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഒരു സമയമായിരുന്നേ. അങ്ങനെ ഞങ്ങളും ആ കർത്തവ്യത്തിലേക്ക് കടന്നു കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴേ അവന് ചോറ് വേണ്ട, അവന് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുവായിരുന്നേ. ഇപ്പത്തേ ചേട്ടൻ വന്നിട്ട് ചോറ് കഴിച്ച ഐസ്ക്രീം തരാന്ന് പറഞ്ഞുകൊണ്ട് ആള് മിണ്ടാണ്ടിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നാന്നോ അവന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഐസ്ക്രീം കൊണ്ടുവച്ചു കേട്ടോ. എന്തിനേറെ പറയുന്നു, ഐസ്ക്രീം കിട്ടിയാൽ പിന്നെ ഇനിയും വേണം എന്നുള്ള ആഗ്രഹമായിരിക്കുമല്ലോ. രണ്ടാമത് പിന്നെയും മേടിച്ചു കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ള ഒരു ടാബ് ബൈ.